ഈ ഡൽഹിയിൽ കലാപം നടത്തിയ ഓരോരുത്തരെയും പിടിച്ചിട്ടുണ്ടല്ലോ, നല്ല പെട വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നരേന്ദ്രമോദിയോട് തെറി പറഞ്ഞെന്നും പറഞ്ഞ പാവപ്പെട്ട എത്ര പേരെ ക്രൂശിക്കുന്നത്. എന്താ കുഴപ്പം? നരേന്ദ്രമോദിയോട് 4 തെറി പറഞ്ഞു, എന്ത് പ്രശ്നം അവിടെ ഉള്ളത്? ഒരു പ്രശ്നവും ഇല്ല. പാവൻ TG മോഹൻദാസ് അങ്ങേർക്ക് എണീറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ആ മനുഷ്യനെ എന്തുമാത്രം തെറിയാ വിളിക്കുന്നത്. ഭയങ്കര മോശമായി പോയിട്ടോ, ഭയങ്കര മോശം. ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ് സ്റ്റുഡിയോസ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ കേട്ടിട്ട് നിങ്ങൾക്ക് എന്നോട് തെറി പറയാൻ തോന്നുന്നുണ്ടാവൂലേ? ഉറപ്പായിട്ടും തോന്നും, സ്വാഭാവികം. എനിക്ക് തന്നെ എന്നോട് തെറി പറയാൻ തോന്നി, പിന്നെ നിങ്ങൾക്ക് തോന്നാതിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അതായത് ഈ സമയത്ത്, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ 4 പേരറിയുന്ന അല്ലെങ്കിൽ അല്പം സൊസൈറ്റിയിൽ ഫേമസ് ആവാൻ പറ്റിയ ഏറ്റവും നല്ല ഐഡിയ ആണ് ഇതുപോലെ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളെ വിളിച്ച് തെറി പറയുക, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നതിന് എതിരെ സഞ്ചരിക്കുക. ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ഫേമസ് ആകും. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ദ ഐക്കൺസ് ഓഫ് ദ വീക്ക്. നമ്പർ 1, ഷഫീന താത്ത. നമ്പർ 2, TG മോഹൻദാസ്. വെരി നൈസ്. ആൻഡ് തേർഡ് വൺ, എന്നാ ജാനേമണിയോ എന്തേലും ആട്ടെ, ഓരോരോ പിറവികൾ. ഓക്കെ, ഐക്കൺ നമ്പർ 1 ഷഫീന താത്ത. ഒരു രക്ഷയില്ല. ഫീഡ് തുറക്കാൻ മേല, ഫേസ്ബുക്ക് തുറക്കാൻ മേല, ഇൻസ്റ്റാഗ്രാം തുറക്കാൻ മേല, ഒരു വക തുറക്കാൻ മേല. തുറന്നു കഴിയുമ്പോ ഇങ്ങേരുടെ ഈ താത്തയുടെ തെറിവിളിയും ഈ താത്തയുടെ ഒന്നും പറയാനില്ല. മടുത്തു, കണ്ട് മടുത്തു. തുറക്കാനേ തോന്നില്ല. എത്ര കിട്ടിയാലും, എത്ര തള്ളക്ക് വിളി കിട്ടിയാലും, എത്ര തന്തയ്ക്ക് വിളി കിട്ടിയാലും ഒരു മാറ്റവുമില്ല. അപാരത്തൊലി കിട്ടി തന്നെ, അപാരത്തൊലി കിട്ടി. ഇതൊന്നും എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ തലമൂത്ത യൂട്യൂബർമാരെല്ലാം വന്ന് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു പോയത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, ഇതൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വിളിക്കുന്ന തെറിക്കൊക്കെ നമ്മൾ ബീപ്പ് സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ബീപ്പ് സൗണ്ടേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, താത്തനെ നമുക്ക് വിട്ട് കളയാം. അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉപേക്ഷിച്ച് കളഞ്ഞു. ഓക്കെ, ഐക്കൺ നമ്പർ 2 TG മോഹൻദാസ്. എൻ്റെ പൊന്നോ, ഇത് എവിടുന്ന് വന്നടേ? ഒരു പിടിയില്ല കേട്ടോ. ഇങ്ങേർക്ക് എങ്ങനെ ഇതൊക്കെ പറ്റുന്നു? ഇങ്ങേരുടെ വീട്ടിൽ അങ്ങേരുടെ അപ്പനും അമ്മയും മക്കളും ഭാര്യയൊന്നും ഇല്ലേ പോലും? എനിക്കറിയാൻ മേലാന്നിട്ട് ഈ പുള്ളി ഈ മാതിരി ഗുണവധികാരം വന്നിരുന്ന് പറയാനായിട്ട് എങ്ങനെ ഈ പുള്ളിക്ക് സാധിക്കുന്നു? സമ്മതിക്കണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെക്കുറിച്ച്. നിങ്ങൾക്ക് പറയാവുന്നല്ല, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും തന്നെ വായിച്ചു. നിങ്ങളുടെ കമൻറ്റുകളും അങ്ങേർക്കോട്ടുള്ള തള്ളയ്ക്ക് വിളിയും തന്തയ്ക്ക് വിളിയും എല്ലാം ഞാൻ കേട്ടു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഐക്കൺ നമ്പർ 3 ജാൻമണി. എന്തോ അങ്ങേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്പം പൊങ്ങച്ചം കാണിച്ച ഇച്ചിരി ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി. ഇത് എല്ലാവരും ഇത് തന്നെയാട്ടോ, ഈ സോഷ്യൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരിത് മൊത്തം കാണിക്കുന്നത്. അങ്ങനെ എന്തോ കാണിച്ച് പൊല്ലാപ്പ് പിടിച്ചു പോയ, പുലിവാലി പിടിച്ചു പോയ ഒരാളാണ് ജാനമണി. ആ പുള്ളിക്കാരി പണ്ട് തൊട്ടേ അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഈ നാട്ടുകാർ 4 പേര് കൂടുന്നോടത്ത് എന്ന് വിടുപാത്തരം പറഞ്ഞ് ഇത്തരം വള്ളികളിൽ പോയി ചാടാറുള്ള പുള്ളിക്കാരിയാണ്. നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അത് ഇഷ്ടംപോലെ മാസീവ് പെറ്റീഷൻസ് വരുന്നുണ്ടല്ലോ, അത് അതിനായിട്ടുള്ള പണി അതിന് തന്നെ കിട്ടിക്കോളും. നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ആദ്യം ആലോചിച്ച് ഇതൊന്നും പറയണ്ട, എല്ലാവരും പറഞ്ഞ കാര്യമാണ്. എന്നാലും എങ്ങനെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞതാണ്. ആ പുള്ളിക്കാരി എന്നാ പറയാൻ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വിട്ടുകളയണം. അപ്പോൾ ഐക്കൺ നമ്പർ 4 ആരാന്നറിയോ? പേളിമാണി. അയ്യോ, അതങ്ങനത്തെ ഒരു സാധനം. ഇതൊക്കെ തന്നെയാണ്. ഇതിനതൊന്നും പറയാനൊന്നുമില്ല. എല്ലാവരും ഈ തൊലിക്കെട്ടിയായിട്ട് വന്നിരുന്നിട്ട് ഈ തന്തയ്ക്ക് തള്ളയ്ക്കും വിളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങളാണ്. പോട്ടെന്നേ വല്ലോടത്തരം പുള്ളിക്കാരുടെ ഫോളോവേഴ്സ് കുറഞ്ഞെന്നോ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടട്ടെ, പണി കിട്ടട്ടെ. അല്ലാണ്ട് ഇപ്പം എന്നെ ഇതുപോലത്തെ ഉള്ള ഓരോരുത്തരൊക്കെ വിളിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഒക്കെ അവർ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണം, എന്നാലേ കാര്യമുള്ളൂ. എന്തായാലും ആട്ടെ. അപ്പം അങ്ങനെ പേളിമാണിയും ജാനേമണിയും ഷഫീന താത്തയും TG മോഹൻദാസും എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം. എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഈസ് മീ സൈനിങ് ഓഫ്. ബൈ.